ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് കോപ്പിറൈറ്റ് കൂടാതെ ലോങ് വീഡിയോക്ക് മ്യൂസിക് ഡൗൺലോഡ് ആക്കി എടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. നിലവിൽ ലോങ് വീഡിയോക്കൊക്കെ നമ്മൾക്ക് മ്യൂസിക് പല ആൾക്കാരും യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾക്ക് പലതരത്തിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഫേസ്ബുക്കിന് വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് കാണാം. ആദ്യം നമ്മുടെ ഫോണിലെ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഫേസ്ബുക്ക് ലോഗിൻ വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോമിൽ കൂടി ഫേസ്ബുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓപ്പൺ ചെയ്യാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പോൾ ഓപ്പൺ ചെയ്യാത്തവർ അങ്ങനെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് അത് ഓപ്പൺ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് സാധാ നമ്മുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ നോക്കുന്ന രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ഡെസ്ക് ടോപ്പ് വേർഷനിലേക്ക് ആക്കുക. ഇവിടെ കാണുന്ന ഡെസ്ക് ടോപ്പ് വേർഷനിൽ നമുക്ക് ഒരു ടിക്ക് ഇട്ട് കൊടുക്കാം. ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ലെവലിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലെവലിൽ ഇവിടെ നമ്മുടെ ഫോണിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് അടിക്കാം. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, നമ്മൾക്ക് പേജിൽ കൂടി ആയിരിക്കും നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്, പ്രൊഫൈലിൽ സാധിക്കില്ല. കാരണം വെച്ചാൽ നമ്മൾക്ക് പേജിൽ കൂടിയാണ് ഈ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ആവുന്നത്. നിലവിൽ പ്രൊഫൈലിന് അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി. ഇപ്പം നിലവിൽ എൻ്റെ പേജാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പോൾ ഈ പേജിന്റെ ഈ സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊഫൈലിൽ ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ പേജ് ആയിരിക്കണം ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അഥവാ നിങ്ങളുടെ പ്രൊഫൈലാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണർ ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ പ്രൊഫൈലിന്റെ അണ്ടറിലുള്ള പേജും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഇത് പേജ് രണ്ടും അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഈ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിലവിൽ നിലവിൽ എൻ്റെ ഉള്ളത് പേജ് തന്നെയാണ്, താഴെയാണ് പ്രൊഫൈൽ ഉള്ളത് കേട്ടാ. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലാണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ ഇവിടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും സൈഡ് ഭാഗത്തായിട്ട് ഓൾ ടൂൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓൾ ടൂൾസ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓൾ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓൾ ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൗണ്ട് കളക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ സൂം ചെയ്യാം. ഇവിടത്തെ ഈ താഴെ ഈ സെൻട്രൽ ഭാഗത്തായിട്ട് സൗണ്ട് കളക്ഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത്. പലതരത്തിലുള്ള മ്യൂസിക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സോർട്ട് ആക്കണമെങ്കിൽ സോർട്ട് ആക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെനസ്പോ, അതായത് നമുക്ക് ഏത് ടൈപ്പിലുള്ള മ്യൂസിക് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ആഫ്രിക്കൻ, ആംബിയന്റ്, ഏഷ്യന്, അറ്റ്മോസ്ഫറിക്, അതുപോലെ തന്നെ ബ്ലസ്, ഇങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി മ്യൂസിക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം അതിന്റെ തൊട്ടിപ്പുറം തന്നെ അതിന്റെ മൂഡ്സ് ഉണ്ട്. മൂഡ്സ് നമുക്ക് ചൂസ് ചെയ്തിട്ട് ബൗൺസി, അതുപോലെ തന്നെ ബ്രൈറ്റ്, കെയർ ഫ്രീ, ഇങ്ങനെ അത് ഓരോരോ മൂഡ് നമ്മൾ കാണുന്നില്ല, ഇന്ന മൂഡ് നമ്മൾ പറയാറില്ല, അതേപോലെ തന്നെ. പിന്നെ ഈ തൊട്ടിപ്പുറമായിട്ട് ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. എത്ര സമയത്തിൻ്റെയാണ് വേണ്ടത്, അതായത് 0 മുതൽ 30 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വോക്കൽസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വോക്കൽസ് ആണ് വേണ്ടത്, അതായത് മ്യൂസിക്കിന്റെ ഒരു ഐറ്റംസ് ഉണ്ടാവല്ലോ, അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടെമ്പോസ് സ്ലോ ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ ഫാസ്റ്റ് ആണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇവിടെ ആഡ് ടു ഫേവറേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ടു ഫേവറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ലെവലിലെ മ്യൂസിക് ആണ് വേണ്ടത് നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മ്യൂസിക് ഇവിടെ താഴെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മ്യൂസിക് കേൾക്കണമെങ്കിൽ ഇവിടെ കേൾക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ പലതരത്തിലുള്ള മ്യൂസിക് അവിടെ കാണാൻ സാധിക്കും. തൊട്ട താഴെയുള്ള ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള മ്യൂസിക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ സൗണ്ട് കുറക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടിപ്പുറം തന്നെയുള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി കഴിയും ചെയ്ത്. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുള്ള മ്യൂസിക് നേരെ നമ്മുടെ ഫയൽ മെമ്മറിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ ഈ ഫേസ്ബുക്കിലേക്ക് ലോങ് വീഡിയോൻ്റെ കൂടെ ആ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ മ്യൂസിക് കളക്ട് ചെയ്യേണ്ടത്, ഫേസ്ബുക്കിൽ നിന്ന് തന്നെ മ്യൂസിക് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ റവന്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആ മ്യൂസിക് ഓണർമാർക്ക് അവർക്ക് ചെറിയൊരു തുക നമ്മൾ റവന്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ റവന്യൂ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം തീർന്ന്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ വലിയ മ്യൂസിക്, അതായത് വലിയ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത കുറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.